ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മൾ തയ്ക്കാൻ പോകുന്നത് ഒരു ഫുൾ അംബർല പലാസോ പാൻറ്റാണ് കേട്ടോ. അതിനുവേണ്ടി നമ്മുടെ ക്ലോത്ത് 4 ആക്കി മടക്കിയിടണം. എന്നിട്ട് ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് /4 നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ടത് ഫുൾ ലെങ്ത്താണ് നമുക്ക് വേണ്ടത്. ഫുൾ ലെങ്ത്ത് നമ്മൾ ക്ലോത്തിൽ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ കേട്ടോ. നമ്മൾ ഫുൾ അംബർല സ്കേർട്ടൊക്കെ ചെയ്യാറില്ലേ, അതേപോലെ തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ മേളിൽ നിന്ന് എടുത്തിട്ട് റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്യാണ് കേട്ടോ. ഫുൾ അങ്ങനെ വട്ടത്തിൽ മാർക്ക് ചെയ്യണം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ വേസ്റ്റ് മെഷർ ചെയ്തല്ലോ, അവിടെ ഫോൾഡ് ചെയ്ത ഒരു കോർണറിൽ വേസ്റ്റ് മെഷർമെൻറ്റ് കൊടുത്തല്ലോ, അതിൻ്റെ മേളിലേക്കുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ലെങ്ത്തും കൂടി നമ്മുടെ ഫുൾ ലെങ്ത്തിൻ്റെ ഒപ്പം മാർക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് പാൻറ്റിന് ഇറക്കം കിട്ടില്ല, അത്രയും ലെങ്ത്ത് കുറവായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ക്രോച്ചേരി എത്രയാണെന്ന് വെച്ചാൽ അത് താഴേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതും കട്ട് ചെയ്തെടുക്കണം. പിന്നെ താഴെ സ്കേർട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ മെയിൻ പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞു. നമ്മൾ ഇനി അടുത്ത് ചെയ്യാനുള്ളത് ലൈനിങ് കട്ട് ചെയ്യണം. ലൈനിങ് നമ്മൾ ചെയ്യുന്നത് ഹാഫ് അംബർല പലാസോ ആയിട്ടാട്ടോ ചെയ്യുന്നത്. ഫുൾ അംബർല എടുക്കുന്നില്ല, അതിനുള്ള ക്ലോത്തേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഹാഫ് അംബർല എടുക്കാനായിട്ട് 2 ആക്കി മടക്കിയിട്ട് പിന്നെ വീണ്ടും ഒരു കോൺ രീതിയിൽ മടക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫോൾഡ് വരുന്നത്. എന്നിട്ട് നമ്മൾ നമ്മുടെ വേസ്റ്റ് /4 തന്നെ ചെയ്യുക, അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് മേളിൽ നിന്ന് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മേളിലേക്കുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുമല്ലോ, വേസ്റ്റ് മാർക്ക് ചെയ്തതിൻ്റെ മേളിൽ കട്ട് ചെയ്ത് കളയുമല്ലോ, ആ ഒരു ലെങ്ത്തും കൂടി നമ്മുടെ ഫുൾ ലെങ്ത്തിൻ്റെ ഒപ്പം മാർക്ക് ചെയ്യണം. എന്നാലാണ് നമുക്ക് ഫുള്ള് നമ്മൾ എത്രയാണ് ലെങ്ത്ത് ഉദ്ദേശിക്കുന്നത് അത്രയും ലെങ്ത്ത് കിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഒപ്പം ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്ത് പിന്നെ ഫുള്ളായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ കട്ടിങ്ങൊക്കെ ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ മേളിലേക്ക് ഒരു ബാൻഡും കൂടി സെറ്റ് ചെയ്യണം, ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി. ഇതാണ് ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. ഈ ടോപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു A-ലൈൻ മോഡൽ, യോക്ക് വന്നിട്ട് A-ലൈനായിട്ടാണ് കൊടുത്തേക്കുന്നത്. നടുക്കൊരു സ്ലിറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കിതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതിനുള്ള ടൈം കിട്ടില്ല. ഇതാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പലാസോ പാൻറ്റ് കേട്ടോ. ഈ പലാസോ പാൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. പിന്നെ നമ്മൾ ആ സ്ലിറ്റിൻ്റെ അവിടെ ഒരു ലേസ് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലിറ്റ് മാത്രം നമ്മൾ ഒരു ലേസ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാൻഡിലും ആ ലേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്